നമസ്കാരം, എൻ്റെ പേര് വിവേക് ഗോപി. ഞാൻ അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പാലക്കാടിലെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഇന്ന് നമ്മുടെ കൂടെ സംസാരിക്കാൻ വന്നിട്ടുള്ളത് ഡോക്ടർ രാജീവ്. അദ്ദേഹം ഇവിടുത്തെ ഡീനാണ്, അക്കാഡമിക്സ് ഡീൻ. ഇതിനു മുമ്പ് അദ്ദേഹം പാലക്കാട് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ പ്രിൻസിപ്പളായിരുന്നു. ഐ വെൽക്കം ഡോക്ടർ രാജീവ്. വെൽക്കം സർ. താങ്ക് യു Vivek for introducing me. സർ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ കുട്ടികൾക്ക് കിട്ടാവുന്ന ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റിന് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസാണ് സാർ ഈ ഒരു സാഹചര്യത്തിലുള്ളത്? നമ്മുടെ നാടിലാണെങ്കിലും വിദേശത്താണെങ്കിലും എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടും? എന്തുകൊണ്ട് കുട്ടികൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കണം? അതിൻ്റെ ലളിതമായ ഉത്തരം, എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെ ആധാരശില മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തന്നെയാണ്. വ്യവസായ വിപ്ലവത്തിന് ശേഷം ചക്രങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടു. അതിനുശേഷം മെറ്റൽസ്, നോൺ മെറ്റൽസ്, അലോയ്സ്, സ്മാർട്ട് മെറ്റീരിയൽസ്, അങ്ങനെ കോമ്പസിറ്റ് മെറ്റീരിയൽസിൽ എത്തി നിൽക്കുന്ന ഈ ഒരു എവല്യൂഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ മെറ്റീരിയൽസുമായിട്ട് സംഭവിച്ചിട്ടുള്ളതാണ്. അതേപോലെ നിരവധി തൊഴിൽ അവസരങ്ങൾ ഇന്ത്യയിലേക്കും അകത്തും വിദേശത്തും ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഒരു യന്ത്രങ്ങൾ എല്ലാ ഇൻഡസ്ട്രീസിൻ്റെയും ഭാഗമാണ്. മെഷീനുകളുടെ രൂപകൽപ്പന, പ്രോഡക്റ്റുകളുടെ നിർമ്മിതി, ഇതൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്. അങ്ങനെ നിരവധി നൂതന സാങ്കേതിക വിദ്യകളുമായിട്ട് നമുക്ക് വളരെ അധികം കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു ബ്രാഞ്ചും കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ ഒരു മേഖലയിൽ നിരവധി തൊഴിലവസരങ്ങളാണ് ഉള്ളത്. ഇതോടൊപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന ബിരുദം കഴിഞ്ഞാൽ ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ ഈ ഒരു മേഖലയിൽ എന്തൊക്കെയാണ്? അത് മൾട്ടി ഡിസിപ്ലിനറി ആണോ? അങ്ങനെയുള്ള സാധ്യതകളുണ്ടോ? അങ്ങനെയുള്ളതിനെ പറ്റിയിട്ട് കുറച്ച് പറഞ്ഞു തന്നാൽ. ഉപരിപഠന സാധ്യതകൾ നല്ലൊരു ചോദ്യമാണ്. 4 വർഷത്തെ കോഴ്സ് പൂർത്തീകരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് താൻ വ്യാപരിക്കേണ്ട മേഖലയെപ്പറ്റി ഒരു രൂപം ഉണ്ടാക്കാൻ സാധിക്കും. അതനുസരിച്ച് തനിക്ക് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു മേഖല സെലക്ട് ചെയ്തിട്ട് പ്രമുഖ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉപരിപഠനത്തിന് എത്തിയാൽ അവിടെ നിന്ന് മികച്ച ഒരു ടേക്ക് ഓഫ് കുട്ടികൾക്ക് സാധ്യമാകുന്നതായിരിക്കും. തെർമൽ എഞ്ചിനീയറിങ്ങുമായിട്ട് ഉള്ള വിഷയങ്ങളിലാണ്, ഫിസിക്സ് അതുമായിട്ട് റിലേറ്റഡുള്ള വിഷയങ്ങളിലാണ് താല്പര്യമെങ്കിൽ തെർമൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യാം. അല്ല, ഫ്ലൂയിഡ് ആൻഡ് ഫ്ലൂയിഡ് മെഷീനറി അതൊരു മേഖലയാണ്. എനർജി എഞ്ചിനീയറിംഗ് അതൊരു മേഖലയാണ്. ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിങ് അതൊരു മേഖലയാണ്. ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ട് പറഞ്ഞാൽ മെക്കാനിക്കലും ഇലക്ട്രോണിക്സിൻ്റെയും അപാര സാധ്യതകളെ ഒന്നിപ്പിച്ചുകൊണ്ട് നൂതനമായിട്ട് മെക്കട്രോണിക്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ബ്രാഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവയെല്ലാം തന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ബ്രാഞ്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഉപരിപഠനത്തിനുപരി എല്ലാ ബ്രാഞ്ചുകൾക്കും ഒരു ടീം വർക്കായിട്ട് പ്രവർത്തിക്കേണ്ട മേഖലകളാണ് ഇന്നുള്ളത്. ഉദാഹരണത്തിന് എയറോസ്പേസ്, ഓട്ടോമോട്ടീവ് ആണെങ്കിലും അതിന് ഇലക്ട്രിക്കൽ സിസ്റ്റം ഉണ്ട്, കൺട്രോൾ സിസ്റ്റംസ് വരുന്നുണ്ട്, ന്യൂമാറ്റിക് സിസ്റ്റംസ് വരുന്നുണ്ട്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രോണിക്സ്, മെക്കട്രോണിക്സ്, മെക്കാനിക്കൽ ഇവയെല്ലാം കൂടെ സമന്വയിപ്പിച്ച് നമുക്ക് ഉപരിപഠനത്തിനുള്ള മേഖല ചൂസ് ചെയ്യാവുന്നതാണ്. അത് വ്യക്തിപരമായി ആ വിദ്യാർത്ഥി അവൻ്റെ UG പഠനകാലത്ത് തന്നെ തനിക്ക് വ്യാപരിക്കാൻ പറ്റുന്ന ഒരു മേഖല ഏതാണോ അതിലേക്ക് ഉപരിപഠനത്തിന് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സാർ, നമ്മുടെ കുട്ടികൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്തുകൊണ്ട് പഠിക്കണം? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഇന്ത്യയുടെ സാഹചര്യമാണെങ്കിലും ലോകത്തെ സാഹചര്യമാണെങ്കിലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. എങ്കിലും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്ലോബലൈസേഷന് ശേഷം ഇൻഡസ്ട്രി, ഗ്ലോബ് ഹാസ് ബിക്കം ദി മാർക്കറ്റ്. അപ്പം എല്ലാ രാജ്യങ്ങളിലെയും ഉൽപ്പന്നങ്ങളും എല്ലാ രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്കും എവിടെയും കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ കോമ്പറ്റീഷൻ വളരെ കൂടിയിട്ടുണ്ട്. അപ്പോൾ തൊഴിൽ അവസരങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിൽ സാധ്യതകളുണ്ട്. പ്രധാനമായിട്ട് പറഞ്ഞാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന എയറോസ്പേസ് മേഖല, എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ്, ഡിസൈൻ എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, എനർജി മാനേജ്മെൻറ്റ്, ഇതുകൂടാതെ റോബോട്ടിക്സ്, നൂതനമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ന്യൂറൽ നെറ്റ്വർക്ക് എക്സ്പേർട്ട് സിസ്റ്റംസിൻ്റെ സഹായതയോടെയുള്ള മോഡേൺ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള മോഡേൺ മാനുഫാക്ചറിംഗ് ടെക്നോളജീസ്,
ഇവയെല്ലാം മെക്കാനിക്കലിലെ തൊഴിൽ സാധ്യതകളാണ്.